നോൽപോയിട്ട് പണിയെടുത്താൽ പോയെന്ന് വിചാരിച്ച് പണിയെടുക്കാതെ കുത്തിർക്ക് ഒരാൾ. കളയല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലല്ലേ. അപ്പോൾ നല്ലൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ കറണ്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിയത് കേട്ടോ. ഇപ്പോഴും കറണ്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനകത്ത് പോയിട്ട് ഇൻവെർട്ടറിൽ ഫോണിൽ ചാർജൊക്കെ ആക്കിയതാണ്. നോൽപോയിട്ട് പണിയെടുത്താൽ പോയെന്ന് വിചാരിച്ച് പണിയെടുക്കാതെ കുത്തിർക്ക് ഒരാൾ. എന്താ വളവാ എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ദിവസം ഒരു പണിയെടുക്കരുത്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പണി ഉണ്ടായിട്ടുണ്ട്. മുകളിൽ കുറേ ഇല അടിച്ചു വാരലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുട്ടിയൊക്കെ. അപ്പോൾ അവിടേക്ക് എന്താ മോട്ടറൊക്കെ ഇട്ടിട്ട് അവിടെ എല്ലാം കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കളയുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിയല്ല, അതിൻ്റെ മുന്നേ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഓരോരോ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നീട് ഞാൻ അതിൻ്റെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 ചെറുപഴ ഉണ്ടായിനെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുട്ടുമഴ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി പഴം 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് പൊരിക്കാന്നാണ് വിചാരിക്കുന്നത്. ചെറിയ മൈസൂർ പഴമല്ലേ അത്. അപ്പം നിയമോള് പീടിയിൽ പോയി വന്ന കഥ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് കേസിലാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു മുട്ടാന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഓക്ക് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ടേന്. അത് വൈക്കുന്ന ചാടി ആകെ 3 മുട്ടക്ക് പറഞ്ഞയച്ചാൽ 2 മുട്ട പൊട്ടിച്ചാണ്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടേനിയത്. അതിന് ശേഷം പിന്നെ പീടിക്ക് പറഞ്ഞു വെച്ചാൽ കവറിലാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഞാനൊരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പോയതേനി കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ ഒരുത്തന് അത് വലിച്ച് തള്ളിയിടാനൊക്കെ വേണ്ടിയിട്ട് നോക്കിയിരിക്കണ്. ഏതായാലും അത് വേഗം കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആ മുട്ടയും പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫ്രൈ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്നാൽ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആ പഴം കുറച്ച് മൈദയും പിന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും പിന്നെ അപ്പസോഡയും ഒക്കെ ചേർത്തിട്ട് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ പഴമൊക്കെ ഞൗണ്ടി ഇതാക്കിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി വേണ്ടീന് കേട്ടോ. പക്ഷേ ഞാൻ പിന്നീടാണ് ചേർത്തത്. ആദ്യം ഞാൻ മറന്നു വെച്ചിട്ടുണ്ടേനി. അതിൽ പിന്നീട് അതൊക്കെ ചേർത്ത് നമ്മുടെ പഴമൊക്കെ നല്ലപോലെ ഞൗണ്ടി കുഴച്ച് എടുക്കുക. ഇതിനിപ്പോൾ എന്താ പറയുക, പഴം ഞവണ്ടി കുഴച്ചത് അങ്ങനെ എന്തൊക്കെയാണ് പറയുക. അപ്പോൾ ഒരു ചെറിയ ആ ഒരു പഴംപൊരിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ വരും. അങ്ങനല്ല പാട്ട്. തക്കത്തില് തട്ടത്തില് മുഞ്ചിക്കറി ഞാൻ നിയമോള് തട്ടൊക്കെ ഇട്ട് എൻ്റെ കൂടെ പണിക്കൊക്കെ കൂടിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിക്ക് കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇന്നലെ കുഞ്ഞുട്ടി വന്നപ്പോൾ കൊണ്ടുവന്നതേനി കേട്ടോ. അപ്പം അത് കരിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 കൊണ്ടുവന്നത്. അതിൽ 1 തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അത് നല്ലോണം മൂത്ത് ചിരവെടുക്കാൻ വെച്ചുള്ള ആ ഒരു രീതിയിലല്ലേനും. അപ്പം അത് ഞാൻ വല്ല എന്താ പറയുക കൊത്തിയെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. ജനുമോന് പിന്നെ നല്ല ഉറങ്ങി നീച്ചതാണ് കേട്ടോ. അപ്പം ഇനി ഉറങ്ങണ ഭാഗമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ഓരോ പിത്തനങ്ങൾ കാട്ടുന്നുണ്ട്. ഇപ്പോൾ ആ നീല സ്റ്റൂളില്ലേ, ഓൻ പോണിയിൽ ഇങ്ങനെ കൊണ്ടെടുക്കലാണ്. അതാകുമ്പോൾ അവിടെ വെച്ചിട്ട് ഓന് ഇതേപോലെ ഓരോന്ന് കയറി അവിടേക്ക് എന്തെങ്കിലും വലിക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആളുടെ ഹോബീസ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത മുട്ടയും ചേർത്ത് കൊടുത്ത് നമ്മുടെ മുട്ടക്കറിൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴം ഞൗണ്ടി പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കൊക്കവാടൊക്കെ ചെയ്യണ മാതിരി അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് ഞാനൊരു 3-4 ദിവസം, 3-4 അല്ല, ഒരു 2-3 ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതിന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കറണ്ടൊന്നും ഇല്ലാതായിട്ട് അങ്ങനെ
എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ ഷൂട്ടിങ്ങും നടന്നിട്ടില്ല. വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിലും അത് എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ചാർജ് വേണമല്ലോ. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഷൂട്ടിങ്ങും നടന്നിട്ടില്ല കേട്ടോ. നല്ലൊരു കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാ അള്ളാ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നല്ലൊരു ഇതന്നെ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. നമ്മുടെ ഷെഡിൻ്റെ ആകെ ഷീറ്റൊക്കെ പാറിപ്പോയി അങ്ങനെ ഒരു ഇതിലേനി കേട്ടോ. അങ്ങനെ നമ്മുടെ പൊരി കഴിഞ്ഞ് ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തയാവോ ഇന്നിപ്പോൾ ഒരു പത്തിരി ഉണ്ടാക്കാനൊരു തോന്നൽ കേട്ടോ. മറ്റേത് പത്തിരി ഉണ്ടാക്കാൻ അധികം ഇങ്ങോട്ട് മൂഡ് ഉണ്ടാവലില്ല. ആകെ ഒരു 3 ഒക്കെ ദിവസമേ പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിയമോൾ അവിടെ ദാ ഓരോ പണികളൊക്കെ ആയിട്ട് അവിടെ കിണറിന്ന് വെള്ളം മുക്കത്രേ. ഏഹ് ആ അങ്ങനെയൊക്കെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓല് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായിക്കാതെ ഇങ്ങനെ പിടിച്ച് നിർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓല് പുറത്തിറങ്ങിയാൽ സിനിമോൻ ഇറങ്ങിപ്പോവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ആ വെയിൽ കഴിയണ വരെ ഒന്ന് അകത്ത് അടങ്ങി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾക്കൊക്കെ ഇങ്ങനെ അയക്കണതാണ്. അത് കഴിഞ്ഞത് ഒന്ന് വെയിൽ അമർന്നപ്പോൾ അതാ അജു ഇറങ്ങി, കൂടെ ഓനും ഇറങ്ങി. അപ്പോൾ വെയിൽ നല്ലോണം പോയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും മുറ്റത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടേനെ. അപ്പം നമ്മുടെ പത്തിരിക്കുള്ളതൊക്കെ കുഴച്ച് ഒക്കെ റെഡിയാക്കി ഉരുളകളാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്ന് പരത്തിയെടുക്കണം. പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കണത് ഞാൻ രാവിലെ പരത്തിയൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ. പക്ഷെ ഇന്നെന്തോ അത്ര അങ്ങോട്ട് കുഴങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. പത്തിരി ഉണ്ടാക്കാനൊക്കെ ഒരു മൂടൊക്കെ ഉണ്ടായിനി. അപ്പം പിന്നെ ആ സമയം വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നിയമോളെ അപ്പോൾ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് കേട്ടോ നിയമോളെ മൂന്ന അങ്ങനെ അയക്കണത്. അപ്പം നമ്മുടെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കണം. ഞാൻ എപ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നല്ല ഉഷാറായിക്കാരം, ചില സമയത്ത് ഭയങ്കര പടക്കേക്കാരം കേട്ടോ. ഇന്നിപ്പോൾ ഏതായാലും നല്ല ഉഷാറായിട്ട് പത്തിരി പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ അമ്മ നല്ലോണം പത്തിരീൻ്റെ എക്സ്പേർട്ടാണ്. നിമിഷ നേരം കൊണ്ട് ഉമ്മാനെ പത്തിരി പരിപാടി കഴിയും കേട്ടോ. പക്ഷേ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഉമ്മാനെ മകളായി എനിക്ക് അതിൻ്റെ ആ ഒരു കഴിവിൻ്റെ ഒരു പകുതി പോലും കിട്ടിയിട്ടില്ല. ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന കാര്യത്തിൽ കട്ട ഫ്ലോപ്പാണ് കേട്ടോ. ഇന്നത്തെ പത്തിരി എന്താ നല്ല ഉഷാറായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ടേനി. അപ്പോൾ അതാ പത്തിരി ചുടൽ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. ഒന്ന് ചട്ടി ചൂടായപ്പോൾ പിന്നെ ഞാൻ 2 എണ്ണമൊക്കെ വെച്ചിട്ട് വേഗം ചുട്ടെടുത്തിട്ടുണ്ടേനി. ഇമ്മ പത്തിരി ചുട്ടാലുണ്ടല്ലോ ഇങ്ങനെ ഈ കുത്തും ആ ഒരു പത്തിരിക്കൊരു കങ്ങിയതും കരിയലും ഒന്നും ഉണ്ടാവില്ല. വെള്ളം ഇങ്ങനെ ആയി ഇങ്ങനെ നിൽക്കും കേട്ടോ. പക്ഷെ ഞാൻ ചുടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുമാതിരിയൊക്കെ ആയിട്ടേ കിട്ടലുള്ളൂ. അപ്പോൾ പത്തിരി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിനിയത്. പിന്നെ ദാ കുറച്ച് പൈനാപ്പിൾ ഉണ്ടേനി. എന്നും നമ്മൾ വത്തക്ക ജ്യൂസല്ലേ ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ. പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടേനി. പക്ഷേ ഈ പൈനാപ്പിൾ ഒരു മധുരമില്ല, ഒരു പുളിയില്ല. പറഞ്ഞ മാതിരി ഇനി ഒരുപാട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പം പിന്നെ ഞാൻ തുറന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുണ്ടായിനിയത്. കാരണം കുടിച്ച സമയത്ത് ഒരു നപ്പൊന്നും അതിനും ഇല്ലാന്ന് പറഞ്ഞ മാതിരി ഇനി കേട്ടോ. പൈനാപ്പിളാകുമ്പോൾ അധികം പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് പൈനാപ്പിൾ വേഗം ഒന്ന് പൈനാപ്പിളിൻ്റെ ആ മൂക്ക് ഭാഗമൊന്നും എടുക്കലില്ല കേട്ടോ. പിന്നെ പൈനാപ്പിൾ ഇങ്ങനെ ചെത്തി വെച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നാവിന് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരും കേട്ടോ. ഇവിടെ എനിക്കും കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പൈനാപ്പിൾ അധികം ജ്യൂസ് അടിച്ചലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ജ്യൂസും കൂടി അടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടേനി കേട്ടോ. കുറേ അധികം പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടേനി, അതൊക്കെ കേൾക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ദാ ഒരു അടുപ്പത്ത് ചോറിനുള്ള അരി ഇട്ടിങ്ങനെ. ഇന്നലെയൊക്കെ നല്ല മഴയേനു, അതുകൊണ്ട് അടുപ്പൊക്കെ നല്ലോണം നനഞ്ഞ് കിടക്കുകയാണ്, ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് അടുപ്പ് കത്തിക്കാനൊന്നും പോയിട്ടില്ല. ജനുവിനപ്പം മേലൊക്കെ കേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ നിന്ന് വത്തക്കയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അജു നിയമോളൊക്കെ മേലെ കഴുകണ സമയത്ത് ഓന് മേലെ കഴുകി കയറ്റും കേട്ടോ. അല്ലെങ്കിൽ അജു അല്ലെങ്കിൽ നിയമോളൊക്കെ ആയിട്ട് അങ്ങനെ മേലെ കഴുകി കയറ്റലാണ് കേട്ടോ. അതായി ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കേട്ടോ. വത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ്. വത്തക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ. വത്തക്ക പിന്നെ വൈകുന്നേരം കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്ന സമയത്താണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഴം ഞൗണ്ടി പൊരിച്ചതും അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ തരിക്കഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ എടുത്തിട്ടത് പൊരിയിൽ കരിഞ്ഞ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, അതാണ് കേട്ടോ തരി. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ സമയമായപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ വന്ന് ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ടേനി കേട്ടോ.
അപ്പം അങ്ങനെയും ഇന്നത്തെ ഞങ്ങൾ ചെറിയൊരു നോമ്പ് തുറ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.